ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കുറേ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പാനൽ കട്ട് മോഡൽ കുർത്തിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളടുത്ത് പറയട്ടെ. നമ്മളെ ചാനലിൽ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് രണ്ടാമതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 10 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫെബ്രുവരി 10 മറന്നുപോലെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. ഇന്ന് നമ്മൾ അനാർക്കലി മോഡൽ, അതായത് യോഗ് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന മോഡൽ പാനൽ കട്ട് കുർത്തിയാണ് പഠിക്കുന്നത്. ഈസിയാണ്, കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചെന്നെ കാണണം. ഇതാണ് മെറ്റീരിയൽ. വേണമെങ്കിൽ ലൈനിങ് വെക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലൈനിങ് വെക്കാണ്ടും ചെയ്യാം. ഞാനിപ്പോൾ യോഗ് ഭാഗത്ത്, അതായത് മുകളിലത്തെ ഭാഗത്ത് ലൈനിങ് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു നേരിയത് പോലത്തെ ആയതുകൊണ്ട് മേലിലെ ഭാഗത്ത് വേണമെന്ന് തോന്നി. തായിൽ വേണമെങ്കിൽ തായിലും കൊടുക്കാം. നമ്മൾ പാനൽ കട്ട് കുർത്തിക്ക് കുറച്ച് തുണി കൂടുതലൊക്കെ വേണം, എന്നാലും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ 3.5 മീറ്റർ തുണീൻ്റെ അകത്താണ് ചെയ്യുന്നത്. ആദ്യം മുകളിലത്തെ പാർട്ട്, യോഗ് പാർട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ നല്ല തുണി കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടായിരിക്കും ലൈനിങ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആദ്യം തന്നെ ലൈനിങ് ആണ് പൊതുവേ കട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ലൈനിങ് ഇല്ലാത്തത് ചെയ്യുമ്പോൾ നല്ല തുണി തന്നെയല്ലേ ചെയ്യുന്നത്. ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം, തെറ്റിക്കാണ്ട് ചെയ്താൽ മതി. തുണി നീളത്തിലങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങേ സൈഡിൽ നിന്ന് ഒന്ന് 2ആയി മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ മടക്കി കൊടുത്തതിൻ്റെ വീതി ചെസ്റ്റിൻ്റെ 4/1 പ്ലസ് തയ്യൽ തുമ്പൊക്കെ കിട്ടുന്ന രീതിയിൽ അങ്ങ് മടക്കി. ഓക്കെ, എന്നിട്ട് ഈ മുകളിലൊരു ലൈൻ കൊടുത്തത് ചെറിയൊരു ചെരിവൊക്കെ തുണിക്കുണ്ടെങ്കിലോ നീറ്റായിട്ട് വേണ്ടേ. വളവോ ചെരുവോ ഉണ്ടെങ്കിലെല്ലാം തെറ്റും. എന്നിട്ട് ഞാൻ ആ ഒരു യോഗ് പാർട്ടിൻ്റെ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ മാർക്ക് ചെയ്യുന്നത്. 13.5 ലെങ്ത്ത് വേണം, അതുകൊണ്ട് 14.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എത്രയാണോ ലെങ്ത്ത്, മുകളിലത്തെ പാർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടുന്നത് അതിൻ്റെ പരം 1 ഇഞ്ച് കൂട്ടണം. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ ബാക്ക് പാർട്ടിലേക്ക് വേണ്ടുന്നതും കട്ട് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ഡൗട്ടെല്ലാം വരുന്നുണ്ടാവും, ഇതെന്തെന്നാ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ വരച്ച പോലെ തന്നെ ഇതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ ഒരു തുണി കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഈ താഴെ ഭാഗത്ത് മടക്കിയെടുക്കുന്ന ഒരു പീസ് കൂടെ കട്ട് ചെയ്യാം, നമ്മളെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മുകളിൽ ലൈൻ വരച്ചത് കൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ താഴെ ഭാഗത്തൊന്നും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു തുണീനെ എടുത്തിട്ട് ഇതാ ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ മടക്കിയിട്ട് എൻ്റെ ഇടവെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? എന്നിട്ട് ഇതാ ഇതേ അളവിൽ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്കുള്ള പീസും ബാക്ക് പാർട്ടിലേക്കുള്ള പീസും കറക്റ്റ് ലെങ്ത്തിനെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടോ, 2 പീസ് 2ആയി ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് ഉള്ളത്. മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ലെങ്ത്ത് നമുക്കിനി മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇപ്പോൾ എൻ്റെ ഫുൾ ഷോൾഡർ 14 ആണ്. 14ൻ്റെ പകുതി 7 പ്ലസ് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് 7.25 ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാക്ക് നെക്ക് അധികം ഡീപ്പല്ല, വെറും 2.5 ഇഞ്ച് എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചിലും കൂടുതൽ നമ്മളിങ്ങനെ കൂട്ടി വരുന്നതിന് ഓരോ 1/4 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറച്ചിട്ട് നമ്മളെ ഷോൾഡർ കാൽക്കുലേഷൻ പ്രകാരം വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളെ ഷോൾഡർ ലൂസ് ആവുന്ന പ്രോബ്ലം നമുക്ക് വരും. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ നിങ്ങൾ. അപ്പോൾ ഈ ഷോൾഡർ മാർക്ക് ചെയ്ത 7.25 തന്നെ ആം ഹോൾ ലൈനായിട്ട് മാർക്ക് ചെയ്യണം. താഴോട്ട് ആം ഹോൾ ലൈൻ ചെരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഞാൻ ആടുന്നും 7.25 മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് 7 എടുക്കാം, 7.25 എടുക്കാം. കുറച്ചും കൂടി ലൂസായിട്ട് ആം ഹോൾ വേണമെങ്കിൽ 7.5 എടുക്കാം. മനസ്സിലായല്ലോ? എന്നിട്ട് ആം ഹോൾ ലൈനും കൊടുത്തിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണോ ചെസ്റ്റ് വരുന്നത് അത് ഹരിക്കണം 4 നോക്കുക. അപ്പോൾ ഇവിടെ 36 ചെസ്റ്റ് സൈസ് വരുന്നുണ്ട്. 36 ഹരിക്കണം 4 നോക്കുക. 4/1 അളവെടുക്കേണ്ടത്. എന്നിട്ട് 1/2 ഇഞ്ച് ലൂസും ചേർക്കണം. 9 വരും പ്ലസ് 1/2 ഇഞ്ച് ലൂസ് 9.5 മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ലൂസാണ് നമ്മളെ ചുരിദാറിനും അങ്ങനത്തേനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ, ലൈനിങ് വെച്ചത് ആവുമ്പോൾ. ഞാൻ ലൈനിങ്ങും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും വലിവില്ലാത്ത പോലെ ഉണ്ടാവും. ഒട്ടും ലൂസ് കൊടുക്കാണ്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടല്ലോ? അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ പാടും ആം ഹോൾ കേവ് ഒന്ന് വരച്ച് അളന്നൊക്കെ നോക്കാനുണ്ട്.
അത് ഞാനിപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനത് വിട്ടുപോയി ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. ഇനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ബെസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ, ചെസ്റ്റിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ബെസ്റ്റ് സൈസ് കൂടുതലുള്ളവരാണെങ്കിൽ ആ ഒരു സൈസിൻ്റെ അളവും എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4/1 പ്ലസ് ലൂസും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ചെസ്റ്റും ബെസ്റ്റും ഒക്കെ സെയിം ആണ്. കൂടുതൽ ബെസ്റ്റ് സൈസ് ഒന്നും ഇല്ലാത്ത ഒതുങ്ങിയ ബോഡി ആയതുകൊണ്ട് ബെസ്റ്റ് സൈസ് ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ നേരെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 32 ആണ്. 32 ഹരിക്കണം 4 പ്ലസ് 1/2 ഇഞ്ച് ലൂസ്, പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അല്ലെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതിയേ. അപ്പോൾ 32ൻ്റെ 4/1 വരുന്നത് 8 ആണ്. 8 പ്ലസ് 1/2 ഇഞ്ച് ലൂസ്, പിന്നെ ഇതാ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ആക്കി കൊടുക്കാം. ഇനി ഞാൻ മറന്നു പോയ നമ്മളെ ആം ഹോൾ കേവ് വരക്കണ്ടേ, ഇത് ആദ്യമേ വരക്കണ്ടേയാണ്. ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ആം ഹോൾ കേവ് വെച്ചിട്ട്, മറ്റേ ഫ്രഞ്ച് കേവ് ഇല്ലേ, അത് വെച്ചിട്ട് വരക്കുന്നതാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടുമേ. ഇതാ ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് നമ്മൾ ആം ഹോൾ റൗണ്ട് ഇങ്ങനെ കൈക്കുഴി ചുറ്റിലും ടാപ്പ് പിടിച്ചെടുക്കുമ്പോൾ 16 ആണ് കിട്ടുന്നത്. നിങ്ങൾക്കും നിങ്ങൾ അളവങ്ങനെ എടുക്കാം. അപ്പോൾ 16ൻ്റെ പകുതി 8 ഈ കേവ് അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ടൈറ്റായി പോവും, നല്ല ലൂസായി പോവും. ഇവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ അളന്ന് നോക്കുമ്പം എനിക്കിവിടെ കറക്റ്റ് 8 ഇഞ്ച് വരുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് ലൂസൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ടൈറ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നല്ല വൈഡ് നെക്ക് കൊടുത്താലും ഇപ്പോൾ നമുക്ക് ഷോൾഡർ അങ്ങ് ഊരി പോകുന്നില്ല. ഒന്നാമത് ബാക്ക് നെക്ക് ഡീപ്പ് ഒന്നുമല്ല. നല്ല ഡീപ്പ് ആകുമ്പോൾ ആയിരിക്കും നമുക്ക് ഷോൾഡർ ഊരി പോകുന്ന പ്രോബ്ലംസ് വരുന്നത്. ബാക്ക് നെക്ക് ചെറിയതാണെങ്കിൽ ഒന്നും കുഴപ്പം നമുക്ക് വരില്ല. നിങ്ങൾക്ക് ഇതാ ഷോൾഡർ വിഡ്ത്തിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഷോൾഡർ ഒരു 2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കണമെങ്കിൽ 2 പ്ലസ് ഒരു 1/4 ഇഞ്ച് ചേർത്ത് 2.25 ഷോൾഡർ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ വിഡ്ത്ത് ഇതാ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ബാക്കി നമുക്ക് നെക്ക് വിഡ്ത്തായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 3.5 മാർക്ക് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു നെക്ക് വിഡ്ത്ത്. ഇനി നമുക്ക് നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4.5 ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് മുകളിലോട്ടേക്ക് കയറും. അപ്പോൾ നിങ്ങൾക്ക് 4 ഇഞ്ചാണ് വേണ്ടുന്നതെങ്കിൽ 4.25 കൊടുക്കാം. 4.5 ഇഞ്ചാണെങ്കിൽ 4.25 കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ലെങ്ത്തിൻ്റെ ഒപ്പം നിങ്ങൾ കൂട്ടണം. അതുപോലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പം, നെക്ക് വിഡ്ത്താണ്, ഷോൾഡർ വിഡ്ത്ത് അല്ല പറയുന്നത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പം 2.5 നെക്ക് വിഡ്ത്ത് എങ്കിൽ 2.25 മാർക്ക് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. ഷോൾഡർ വിഡ്ത്ത് ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുമ്പം ഒരു 1/4 ഇഞ്ച് കൂട്ടുക, ഈ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ബോക്സ് ഷേപ്പിൽ വരച്ചു. ഇനി നമുക്ക് റൗണ്ട് നെക്ക് ആക്കി കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. പിന്നെ നമ്മൾ ഫ്രഞ്ച് കേവ് ഉണ്ടെങ്കിൽ പിന്നെ ഈസി ആയില്ലേ പണി. ഇതാ കണ്ടോ, ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ബാക്ക് നെക്കും കൂടെ വരക്കാം. അതും ഈ ഒരു ഫ്രണ്ട് പീസ് തന്നെ അങ്ങ് വരക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ പോരെ. അല്ലെങ്കിൽ ഡൗട്ട് ഇല്ലവരാണെങ്കിൽ ഈ ഫ്രണ്ടിലെ പീസിനെ അങ്ങോട്ട് അങ്ങ് ഇട്ടിട്ട് കറക്റ്റ് നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്ത് ബാക്ക് പീസിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2.5 ഞാൻ നെക്ക് ലെങ്ത്ത് ബാക്കിൽ കൊടുക്കുന്നത്. കണ്ടോ, 2.25 ആണെങ്കിൽ 2.5 കൊടുക്കുക, 2.5 ആണെങ്കിൽ 2.25 കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് ജാസ്തി എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ തന്നെ ഒരു ബോക്സ് ഷേപ്പ് അങ്ങ് വരച്ചു കൊടുത്തിട്ട് ഇതാ ഒരു റൗണ്ട് നെക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം വാങ്ങുന്ന ടൈപ്പ് കുർത്തിക്കെല്ലാം ബാക്ക് നെക്ക് കുറവല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലത്തെ ഒരു മോഡലാക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, ഇതുപോലെ. ഇനി ഇതാ നമുക്ക് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി. ആദ്യം ബാക്ക് നെക്ക് ഇങ്ങനെ 2 പീസും ചേർത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് കട്ട് ചെയ്യാം. നെക്കാണ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്യണം. ഇനി ഇതാ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്ക് പീസിനെ അങ്ങ് മാറ്റി ഇട്ടേക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യുക. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബാക്ക് നെക്കുമായി ഫ്രണ്ടിലേത് ഇതാ നല്ല ഡീപ്പായിട്ടിങ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേതും കറക്റ്റായിട്ട് വന്ന് ഈ ഒരു രീതിയിലാണ് നമ്മൾ രണ്ടും ഒന്ന് തന്നെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നത്. കണ്ടോ?
ഇനി ആം ഹോളും സൈഡൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. അതിന് മുന്നേ ഇതാ ഫ്രണ്ട് പോർഷൻ ആം ഹോളിൻ്റെ അടുക്ക് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അറിയാലോ നിങ്ങൾക്ക് എന്തിനാന്നൊക്കെ. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് ആം ഹോൾ കട്ട് ചെയ്യുമ്പം ആദ്യം വരച്ച ആ ഒരു കേവ് കൂടെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം കയ്യിലെടുത്ത് പിടിച്ചിട്ട് വേണം ആ അധികമായിട്ട് നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ കട്ട് ചെയ്യാൻ. കാരണം ബാക്ക് പീസിൽ നമുക്ക് ആ ഒരു മാർക്കിങ്സ് വേണ്ടല്ലോ. ബാക്ക് പാർട്ടിൽ നമുക്കത് വേണ്ട. ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിതാ ഇനി അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ആ വരച്ച 1/4 ഇഞ്ച് കൂടെ കട്ട് ചെയ്തങ്ങ് കളയുന്നുണ്ട്. അപ്പോൾ നമ്മളെ യോഗ് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതാ ഈ ഒരു തുണി കറക്റ്റ് വെച്ചിട്ട് ഒരു ലൈനിങ് പാർട്ട് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മുകളിലത്തെ ഭാഗത്ത് മാത്രം ലൈനിങ് വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് കറക്റ്റ് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഇല്ല, വേറെ ഒരു വ്യത്യാസം ഇല്ല. ഇതിനേക്കാളും ഒരു 1/4 ഇഞ്ച് അധികം വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക. അഥവാ എങ്ങാനും ലൈനിങ് കുറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട്. കണ്ടോ, ഇതുപോലെ അങ്ങ് നിവർത്തിയിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് അധികം വരുന്ന രീതിയിൽ എടുക്കുന്നു. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അഥവാ ലൈനിങ് കുറഞ്ഞാലോ, നമ്മളെ നല്ല തുണിയാണ് നമ്മളെ കറക്റ്റ് അളവ്, ആ ഒരു അളവ് തന്നെ നമുക്ക് ലൈനിങ്ങും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും രണ്ടാമത് കട്ട് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. കേട്ടോ നിങ്ങൾ? അപ്പോൾ ഇതുപോലെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കേ. ഇതാ രണ്ടിൻ്റെയും ലൈനിങ് അങ്ങ് കട്ട് ചെയ്തെടുത്ത് ഇനി സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ ഇതാ ഈ ഒരു കിട്ടുന്ന ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി നീളത്തിലുള്ള തുണിയാണിത്. ഇങ്ങനെ 2ആയി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോശം ഭാഗത്തല്ലേ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-18 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫുൾ ലെങ്ത്തോ അങ്ങനെ എന്തെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 2ആയി മടക്കിയിട്ട് കൊടുക്കണേ. ഈ മടക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആം ഹോൾ കേവ് അളന്ന് നോക്കിയാൽ 8 കിട്ടുന്നുണ്ട്. പ്ലസ് 1/2 ഇഞ്ച്, 8.5 ഇഞ്ച് മാത്രം മതിയേ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, കുറേ ഒന്നും എടുക്കണ്ട. ആം ഹോൾ കേവ് 8 പ്ലസ് 1/2 ഇഞ്ച് 8.5. എന്നിട്ടിതാ ഈ മുകളിൽ ഈ മടക്കിയിട്ടതിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്ന് ഒരു 3.25 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നടുക്കത്തേക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ് ചേർത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു, കുറേ ക്ലാസ് നമ്മൾ പഠിച്ചില്ലേ. എന്നിട്ട് ഇതാ ഇതുപോലെ അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കി വരുന്നത് തയ്യൽ തുമ്പ്. മനസ്സിലായല്ലോ? ക്രോസ് ലൈൻ കൊടുത്തിട്ട് നമുക്കപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ടാവും. കറക്റ്റ് ആം ഹോൾ കേവ് 8 8 മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. 8ൻ്റെ പകുതിയിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. 4, 8ൻ്റെ പകുതി 4 അല്ലേ, ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇതുപോലെ കേവ് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ? താഴോട്ട് വരുമ്പം 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ അങ്ങ് കൊടുക്കണം. കണ്ടല്ലോ നിങ്ങൾ? ഇത്രയേ ഇല്ലൂ. ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനപ്പോൾ ലൈനിങ്ങും സ്ലീവിന് കൊടുക്കുന്നതുകൊണ്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം കണക്കാക്കുന്നുണ്ട്. 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതും താഴെയും 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും മാത്രം മതി. തയ്യൽ തുമ്പ് അത്രേ വേണ്ടു, നമുക്ക് ലൈനിങ് വെച്ച് മറിച്ചിടുന്നുണ്ട്. ഇനി താഴത്തെ കൈവണ്ണം മാർക്ക് ചെയ്യുന്നു, 1/2 ഇഞ്ച് ലൂസും മാർക്ക് ചെയ്യുന്നു. 4.5 പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് പിന്നെ ഈ മുകളിലോട്ട് എത്തുമ്പോൾ നമുക്ക് ആ ഒരു മസിൽ റൗണ്ടിൻ്റെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം കറക്റ്റായിട്ട് നിൽക്കുമല്ലോ. നല്ല ലൂസായി പോകുന്ന പ്രോബ്ലമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫിറ്റിങ്ങിൽ ചുരിദാർ വേണ്ടുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ മെഷർമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ ഞാനിതാ ഈ മുകളിലോട്ട് ഒരു 6.5 മാർക്ക് ചെയ്ത് കൊടുത്തു, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ പോയിൻറ്റ്സ് എല്ലാം കൂടെ അങ്ങ് ജോയിൻ ചെയ്തേക്കാം. നമ്മളെ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഇതങ്ങ് നിവർത്തിയിട്ടിട്ട് നേരത്തെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത പോലെ 1/4 ഇഞ്ച് ചുറ്റിലും വരുന്ന രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കുറച്ച് സ്പീഡായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ കൂടുതൽ ലെങ്തി ആയി പോവില്ലേ. പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുത്തേക്കട്ടെ. ഇനി ഇതാ ഈ ഒരു സ്ലീവിനെ നിവർത്തിയിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഒറ്റ സ്ലീവ് അല്ലേ കട്ട് ചെയ്തത്, ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാം. പക്ഷേങ്കിൽ തുണി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇതാ 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ് കട്ട് ചെയ്യട്ടെ.
അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ മെയിനായിട്ടുള്ള നമ്മളെ പാനൽ കട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ 12 പാനലായിട്ട് എടുക്കുന്നത്, ഫ്രണ്ടിലും 6 ബാക്കിലും 6 വരുന്ന രീതിയിലാണ് എടുക്കുന്നത്. നമ്മൾ വേസ്റ്റ് റൗണ്ട് കറക്റ്റ് എത്രയാണ് നമ്മൾ എടുത്തത്? 32 ഇഞ്ച് അല്ലേ എടുത്തത്, 32 ഇഞ്ച്. ഓക്കെ, ഈ 32ൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്യുന്ന ടൈമിൽ 1/2 ഇഞ്ച് ലൂസൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ലൂസിൻ്റെ കണക്കും കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ 4 സൈഡിലും 1/2 ഇഞ്ച് ലൂസ് വരുമ്പം ടോട്ടൽ 2 നമുക്ക് കിട്ടും അല്ലേ? നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാട്ടെ, 2 കിട്ടും. ഇനി നമുക്ക് തയ്യൽ തുമ്പിൻ്റെ കണക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് നിങ്ങൾ ഇട്ട് കൊടുത്തതെങ്കിൽ 4 സൈഡിലും വരുമ്പം ടോട്ടൽ 4 ഇഞ്ച് തയ്യൽ തുമ്പ് വരും. അപ്പോൾ ഇവിടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തത്, പക്ഷേങ്കിൽ ഞാൻ 1 ഇഞ്ച് കണക്കാക്കിയിട്ടാണ് ആ ഒരു തയ്യൽ തുമ്പ് 4 സൈഡിലും 4 ഇഞ്ചായിട്ട് ഞാൻ എടുത്തത്. 1.5 ഇഞ്ചിൻ്റെ കണക്ക് ഞാൻ കുറച്ചൊന്ന് കുറച്ചു, കാരണം ഈ തുണി കുറച്ചൊന്ന് വലിഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, കുറച്ച് വലുതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് അത് എടുക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തയ്യൽ തുമ്പ് 4 സൈഡിലും 1 ഇഞ്ച് വെച്ചിട്ടാണെങ്കിൽ 4 ഇഞ്ച് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോൾ 38 ഇഞ്ച് ടോട്ടൽ വരുന്നുണ്ട്. ഈ 38 ഇഞ്ചിനെയാണ് നമ്മളിനി കണക്ക് കൂട്ടിയിട്ട് പാനലിൻ്റെ വീതിയും ഒക്കെ എങ്ങനെ എടുക്കണമെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ 12 പാനൽ ചെയ്യുന്നുണ്ട്. ഈ കിട്ടിയ 38നെ 12 കൊണ്ട് നമ്മൾ ഹരിക്കണം. 38 ഹരിക്കണം 12 നോക്കുക. നിങ്ങൾ 14 പാനലുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ 38 ഹരിക്കണം 14 നോക്കുക. അതേപോലെ 16 ആണെങ്കിൽ 16 നോക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനെല്ലാം നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ, മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ 38 ഹരിക്കണം 12 ഞാൻ ചെയ്ത് നോക്കട്ടെ എത്ര വരുന്നുണ്ടെന്ന്. ഈ ഒരു അളവിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ 3.16 എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ കിട്ടിയ 3.16 ആണ് നമ്മളെ അളവ് കേട്ടോ, മേലത്തെ അളവ്, പാനലിൻ്റെ മുകളിലത്തെ വീതി. ഇനി ഇതാ ഈ 3.16നെ 2 കൊണ്ട് ഞാൻ ഹരിക്കുന്നുണ്ട്. നേരെ പകുതിയാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്, കാരണം നമ്മൾ മടക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ പകുതി മതി. അപ്പോൾ 1.58 കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഈ 2 ആൻസറും നിങ്ങൾ നോട്ട് ചെയ്യുക. മടക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഈ 1.58 നമുക്ക് എടുക്കേണ്ടത്, നിവർത്തുമ്പം 3.16 നമുക്ക് കിട്ടും. ഇനി മുകളിലത്തെ വീതിയായി. ഇനി പാനലിൻ്റെ അടിയിലത്തെ വീതിയില്ലേ, അടിയിൽ വീതി കൂട്ടുന്നതിന് നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കും നമ്മളെ ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനിവിടെ വരച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പാനൽസ് വരുന്നത്. അപ്പോൾ ഇത് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ 3.16 മുകളിൽ വരും. മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 3.16ൻ്റെ പകുതി 1.58 ഇവിടെ വരും. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മൾ മടക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇനി താഴത്തേത് നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ. താഴത്തെ വീതി നമുക്ക് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ 3.16 ഇല്ലേ, അതിൻ്റെ 3 ഇരട്ടി തുണി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 4 ഇരട്ടി എടുക്കാം, 5 ഇരട്ടി എടുക്കാം. അപ്പോൾ നമ്മൾ കൂട്ടി എടുക്കുന്നതിന് നല്ല വീതിയിൽ നിൽക്കും നമ്മളുടെ ആ ഒരു കുർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഇരട്ടി തുണിയാണ് എടുക്കുന്നത്. അപ്പോൾ 3.16 ഇൻറ്റു 3 നോക്കിക്കഴിഞ്ഞാൽ 9.48 കിട്ടിയേ. അപ്പോൾ ഈ 9.48 ഹരിക്കണം 2 നോക്കുക, അതായത് 9.48ൻ്റെ പകുതി നമുക്ക് കാണണം. കാരണം തുണി മടക്കിയിട്ടല്ലേ മാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ പകുതിയെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, 4.74 വരുന്നുണ്ട്. അപ്പോൾ ഈ 2 അളവുകളും ഓർമ്മിക്കുക. അപ്പോൾ മടക്കിയിട്ട് മാർക്ക് ചെയ്താൽ നിവൃത്തിയാൽ ഈ 3.16 കിട്ടും, 9.48 കിട്ടും താഴെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാനൽ കട്ടിൻ്റെ കണക്കും കാര്യങ്ങളും വരുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ താഴത്തെ വീതിനെ ഒരിത്തിരി കൂട്ടി കൊടുക്കാം. നമുക്ക് 9.48 കിട്ടിയതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ആക്കിയിട്ട് എടുക്കാം. അതിനെ കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. താഴെ അളവ് കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 10 ആയിട്ടായിരിക്കും എടുക്കുന്നത്. മുകളിലത്തെ വീതിനെ നിങ്ങൾ കൂട്ടാൻ പാടില്ല, കാരണം 3.16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് വരുത്താനൊന്നും പാടില്ല. അപ്പോൾ താഴത്തേനെ ഞാൻ 9.48നെ റൗണ്ട് ചെയ്തിട്ട് 10 ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ആവറേജ് രീതിയിലേ വരുത്തുള്ളൂ, കാരണം 3.5 മീറ്ററേ മൊത്തത്തിൽ ഫാബ്രിക് ഇല്ലൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. 4 ഇരട്ടി തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിൽക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ അളവ് 3.16 താഴെ 10 ആണ്. മടക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പം നേരെ പകുതിയായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും, ഓർക്കണം കേട്ടോ. ഈ 2 അളവാണ് മെയിനായിട്ടുള്ള നമ്മൾ അളവ് പാനൽസിൻ്റെ, ഓർത്ത് വെക്കണം. ഇനി നമുക്ക്
തുണിയിൽ കട്ട് ചെയ്യുന്ന നോക്കാം. അതിന് മുന്നേ പേപ്പർ കട്ടിങ് ചെയ്തിട്ടാണ് തുണിയിൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പേപ്പർ നല്ല നീളത്തിൽ പേപ്പർ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഈ 2 പേപ്പറിനെയും ഒട്ടിച്ചിട്ടങ്ങ് വലുതാക്കി മാറ്റിയേക്കാം. നിങ്ങൾ ചില ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ മടക്കി 4ആയി മടക്കി അല്ലെങ്കിൽ 8ആയി മടക്കി 16ആയി മടക്കി അങ്ങനെ വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഒപ്പരം അങ്ങ് കട്ട് ചെയ്യും, കുറേ പാനൽസ് ഒപ്പരം കെട്ടുന്ന രീതിയിൽ. പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യേണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കത്രികയും നല്ലതായിരിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതുതന്നെയാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു പേപ്പറിനെ ഞാനിതാ കുറച്ചൊരു വീതിയിൽ ഇങ്ങനെ 2ആയി മടക്കുന്നുണ്ട്. നേരെ 2ആയി മടക്കണം എന്നൊന്നുമില്ല, കാരണം അത്രയൊന്നും നമുക്ക് വേണ്ട, നമുക്ക് അത്രയൊന്നും കൂടുതൽ തുണി ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് 2ആയി ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും അളവ് മാർക്ക് ചെയ്യുമ്പം അത് ഇതാ ഇതുപോലെ. അപ്പോൾ ഈ മടക്കിയിട്ട് മുകളിലത്തെ വീതി 3.16ൻ്റെ പകുതി 1.58 നമുക്ക് കിട്ടിയത് അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 35 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ തുണിയിൽ ഏകദേശം കിട്ടുന്നത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം. നല്ല ലെങ്ത്തിലാണ് എടുത്തത്. അപ്പോൾ തയ്യൽ തുമ്പായിട്ട് ഒരു 1.5 ഇഞ്ച് കൂടെ നിങ്ങൾ ചേർത്തേക്കണം, അല്ലെങ്കിൽ 1 ഇഞ്ച് ചേർത്തേക്കണം. മടക്കി അടിക്കാനുള്ളതും മുകളിൽ ജോയിൻ ചെയ്യാനുള്ളതും എല്ലാം കൂട്ടിയിട്ട് ഞാൻ 35 ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് കൊടുത്തിട്ട് ബാക്കി പേപ്പറിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ പിന്നെ ഷേപ്പൊക്കെ വരക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരും. ഈ പേപ്പറിൻ്റെ ബാക്കിനെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞേക്കിട്ട് നമുക്ക് ഇത്രയും പേപ്പർ ഇങ്ങനെ വരുമ്പം മാർക്ക് ചെയ്യാൻ എനിക്കൊരു ഏല് കിട്ടുന്നില്ലല്ലോ, കുറേ ഇങ്ങനെ സൈഡിലൊക്കെ വന്ന് നിൽക്കുമ്പം. അപ്പോൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ശരിക്കും പറഞ്ഞു തരാം ഞാൻ എങ്ങനെ മാർക്ക് ചെയ്തെന്നുള്ളത്. നമ്മൾ കിട്ടിയ പേപ്പറിനെ 2ആയി ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വീതി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് കിട്ടിയ 3.16ൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യാം, പ്ലസ് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് പാനൽസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ താഴെ ഭാഗത്ത് നമുക്ക് എത്ര കിട്ടിയേ, 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10ൻ്റെ പകുതി 5ഉം ഒരു 1/4 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 5.25 താഴിലും മാർക്ക് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. മനസ്സിലായല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. മുകളിൽ നമുക്ക് കിട്ടിയ 3.16ൻ്റെ പകുതി പ്ലസ് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അധികം ഞാൻ എടുത്തു കൊടുത്തതേ ഉള്ളൂ. താഴെ നമുക്ക് കിട്ടിയ 10 ഇഞ്ചിൻ്റെ പകുതി 5, നമ്മൾ റൗണ്ട് ചെയ്ത് 10 ആക്കിയതാണേ. അപ്പോൾ 5 പ്ലസ് ഒരു 1/4 ഇഞ്ച് അധികം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ക്രോസ് ലൈൻ നമ്മൾ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പണി. ഞാനിതാ വരക്കുന്നത് കണ്ടല്ലോ, സ്കെയിലിന് നീളം കുറവല്ലേ ഉള്ളൂ. അപ്പോൾ 2 സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തെറ്റാണ്ട് ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തങ്ങ് എടുക്കാം. ഈ വരച്ചത് കൂടെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയി. നമ്മളെ പാനൽ കട്ടിങ്ങിൻ്റെ മെയിൻ ആയി. കണക്കും കാര്യങ്ങളും വെച്ച് കണ്ടുപിടിച്ച് നമ്മൾ കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പാനൽ കട്ട് ചെയ്തു. ഇനി ഇവിടെ നിവർത്തി കഴിഞ്ഞാൽ നമ്മൾ അളന്ന് നോക്കുമ്പം നമ്മൾ 3.16ഉം പിന്നെ 1/4 ഇഞ്ച് അധികം എടുത്തതും കൂട്ടിയിട്ട് ആ ഒരു കറക്റ്റ് അളവുണ്ടാവും. താഴെയും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നിവർത്തി കിട്ടുമ്പം ഇരട്ടിയായിട്ട് അളവ് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് അളന്ന് നോക്കാം. ഇപ്പോൾ അളന്ന് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല, എന്തായാലും കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് തുണീൻ്റെ അകത്ത് പെട്ടെന്ന് കട്ട് ചെയ്യാം. ഇനി ഞാനിതാ തുണി നീളത്തിലിങ്ങനെ ഇട്ടിട്ട് ഇത് പേപ്പർ വെച്ച് വരഞ്ഞ് കട്ട് ചെയ്യാനാണ് പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. ഇതാകുമ്പോൾ നമുക്കങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ഈസി ആയിട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് അങ്ങ് നീക്കിയിടുമോയെന്ന്, എനിക്ക് ടേബിൾ ചെറുതായതുകൊണ്ട് ഒരു ഏല് കിട്ടുന്നില്ല. അപ്പോൾ നീളത്തിൽ ആ ഒരു ചുമരിൻ്റെ ഭാഗത്തോട്ട് അങ്ങ് നീക്കിയിട്ടു. ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഇങ്ങ് മുകളിലോട്ട് കയറ്റി വെക്കുക. കണ്ടോ, കറക്റ്റ് ഈ പേപ്പർ വെച്ചിട്ട് ഇത് അങ്ങനെ തന്നെ ട്രേസ് എടുക്കുക. വരഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. പിന്നെ നമുക്കിത് വരക്കാം, വരച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഫുള്ള് വരക്കട്ടെ. ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തും സൈഡിലും എല്ലാ ഭാഗത്തും കറക്റ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഞാൻ വെച്ചതെല്ലാം ഒന്ന് കറക്റ്റ് നിങ്ങൾ നോക്കണം. ഇത് ഞാനിതാ ഒന്ന് കാണിച്ചു തരാം, തായോളം കാണിച്ചു തരാം. അടുത്തത് കട്ട് ചെയ്യുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക്
കാണിച്ചു തരും. എന്നിട്ട് ഫുള്ള് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്യുക ചെയ്യുന്നത്. എല്ലാം കാണിക്കുന്നില്ല, കാരണം നല്ല ലോങ് ആയിപ്പോവും. അപ്പോൾ ഇതാ രണ്ടാമത്തെ കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് നേരെ തിരിച്ച് വെച്ചു. കണ്ടോ, താഴെ വീതിൻ്റെ ഭാഗത്ത് വെച്ചെടുക്കുക. നമ്മൾ മുകളിലത്തെ കടലാസിൻ്റെ ആ ചെറിയ ഭാഗം, മുകളിലത്തെ ഭാഗം വരുന്ന രീതിയിലും വെച്ചിട്ട് കണ്ടല്ലോ നിങ്ങൾ. അങ്ങനെ തിരിച്ചും മറിച്ചുമായിട്ട് ഓരോന്ന് കട്ട് ചെയ്യുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി ഇങ്ങനെ ലാഭിച്ചിട്ട് കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. ഞാൻ ഇനി ഫുള്ള് കട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്, വേറെ ഒന്നുമില്ല. 12 പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ടാവും. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മാറിയിട്ട് കണ്ടോ നിങ്ങൾ, പിറ്റേ ദിവസമായി. എല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ല ചെയ്യുന്നത്, വേറെയും കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗ്യാപ്പിന് വീഡിയോ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. കുറേ ആൾക്കാർ എത്രയോ നാളായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇടണേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 12 പീസുകൾ ഞാൻ കട്ട് ചെയ്തിപ്പോൾ എടുത്തിട്ടുണ്ട്. ഓരോ പീസിനോടും ഓരോന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഒരു നല്ല പീസ് എടുത്ത് വെക്കുക, അതിനോട് അടുത്ത പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് വരുന്ന രീതിയിൽ അറ്റത്തേ കൂടെ അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, കറക്റ്റ് ഇതേപോലെ. എന്നിട്ട് ഇതാ അതിനെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി അതിൻ്റെ മുകളിൽ അടുത്തതിനെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള 6 പീസും എടുക്കുക, അതവിടെ വെക്കുക. എന്നിട്ട് അടുത്ത 6 പീസും എല്ലാം ഒപ്പരല്ല ചെയ്യുന്നത്, ഫ്രണ്ടും ബാക്കും വേറെ വേറെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 6 പീസ് വീതം ആക്കി വെച്ചാൽ മതി. ഇപ്പോൾ 3 ജോയിൻ ചെയ്ത പോലെ ആക്കി. അപ്പോൾ ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ഇട്ടിട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഇപ്പം നോക്ക്, 6 പീസ് ഞാനിതാ സ്റ്റിച്ച് ചെയ്ത്, ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് എടുക്കാം. ഇനി മറ്റേ 6 പീസ് കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ഇപ്പം തന്നെ സ്റ്റിച്ചിങ്ങും പെട്ടെന്ന് തീർക്കാം. സ്പീഡിലായിരിക്കും സ്റ്റിച്ചിങ് കാണിക്കുന്നത്. ഞാനിതാ 2 ബാക്ക് പാർട്ടിലേക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് രണ്ടും ചെയ്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പം മുകളിലത്തെ ഭാഗത്ത് ഒരുമിച്ച് വെച്ചിട്ട് മുകളിൽ നിന്ന് സ്റ്റിച്ച് ഇടാൻ തുടങ്ങുക. താഴെ നമുക്കിങ്ങനെ ചെറുതും വലുതുമായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ താഴേന്ന് മേലോട്ട് സ്റ്റിച്ച് ചെയ്യരുത്. മേലെ ഇതുപോലെ ഒന്ന് ചെറുത് ഒന്ന് വലുത് വന്നു കഴിഞ്ഞാൽ ആകെ അളവുകൾ തെറ്റും. അപ്പോൾ മേലേന്ന് സ്റ്റിച്ചിട്ട് തുടങ്ങണം. ഓക്കെ, അതവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ബോഡി പാർട്ടിൻ്റെ ചെയ്യാം. ഇതാ ബോഡി പാർട്ടിൽ ഫ്രണ്ട് പാർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് വേണ്ട, ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് 7 ഇഞ്ച് വീതിയാണ് അതിനെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം കണക്കാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വെച്ച് നോക്കാം. എന്നിട്ട് അതിന് കണക്കായിട്ട് ആ റൗണ്ട് ഷേപ്പ് അങ്ങ് കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താലും മതി. ഞാനിപ്പം ചെയ്യുന്നത് നോക്ക്, ആ നെക്കിൻ്റെ ആ ഷേപ്പ് അങ്ങനെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ചെറിയൊരു മോഡലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ ആ വരച്ച ആ റൗണ്ട് ഷേപ്പ് കൂടെ ഞാനതങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഒരു സിമ്പിൾ ഒരു ലേസ് വർക്ക് നമുക്ക് കൊടുക്കാം. നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ലേസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലേസ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതൊന്നും മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ പീസിനെ മാത്രം എടുത്ത് ലേസുമായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നല്ല ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ നേരെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ പറഞ്ഞത് ആദ്യം ഈ പീസിനെ എടുത്തിട്ട് ഈ ഒരു ലേസ് ഇങ്ങനെ വെച്ചു. ഇതാ ഈ ഒരു പീസ് മടക്കിയിട്ട് ഇതാ ഈ ലേസ് കൊള്ളുന്ന രീതിയിൽ സ്റ്റിച്ച് ഇട്ട് 2 സൈഡിലും ലേസിനെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് നമുക്ക് ആ ഒരു നല്ല തുണിയിൽ വെച്ചിട്ട് ഇതേപോലെ ഇപ്പോൾ സ്റ്റിച്ചിട്ടതിൻ്റെ തൊട്ടടുത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ മതി. ഞാനത് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇതാ ഞാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനിയിപ്പം നമ്മൾ നല്ല തുണീൻ്റെ അകത്ത് ഈ നടുക്ക് ഇതേ രീതിയിൽ ഞാൻ വെച്ച പോലെ വെച്ചിട്ട് ഇതിൻ്റെ തറ്റത്ത് കൂടി തന്നെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണ്ടേ. നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക, നല്ല നീറ്റായിട്ട് ചെയ്യണേ. കാരണം ഒരു സ്റ്റിച്ച് ആടെ ഉണ്ടാവും ലേസ് പിടിപ്പിച്ചത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വെക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗത്തോട്ട് പീസ് ചെരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും, വൃത്തിയേടല്ലേ. അപ്പോൾ കറക്റ്റ് സെൻറ്ററൊക്കെ വരഞ്ഞിട്ട് ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഞാനിതാ ഒരു പിൻ വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് വരട്ടെ. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ വരുന്ന ബാക്കീനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. കണ്ടോ, കറക്റ്റ് അളവിൽ കട്ട് ചെയ്യാം. മുകളിലെ ഭാഗത്തും കുറച്ച് അധികം നെക്ക് കട്ടായി പോലെ നമ്മൾ ഷേപ്പ് കറക്റ്റ് വരച്ചതാണ്. അപ്പോൾ അധികം പുറത്ത് വരുന്ന ആ ഒരു പീസ് വെച്ചതിൻ്റെ ലേസിനൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക. എന്നിട്ട് ഇതാ ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് അടിച്ച് മറിച്ചിടാനാണ് പോകുന്നത്. നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ തുണീൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ലൈനിങ് വെക്കുക. എന്നിട്ട് ഇതുപോലെ
ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. 4 ഇഞ്ച് അളവിലെടുത്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നല്ല തുണി നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ലൈനിങ് വെക്കാനേ. എന്നിട്ട് ഞാനിത് ഇപ്പുറത്ത് തിരിച്ചിട്ടേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ നല്ല തുണീൻ്റെ 4 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ആടെ കണ്ടോ. എന്നിട്ട് അധികം വരുന്നതിനെ അവിടുന്ന് നെക്കിൻ്റെ അവിടുന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുത്തിട്ട് നെക്ക് തിരിച്ചിടാം. നമ്മളിത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നെക്കിന് വേണമെങ്കിൽ പ്രസ്സിങ് സ്റ്റിച്ച് ഇപ്പോഴേ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അങ്ങനെയായിരിക്കും നല്ലത്. നല്ല രീതിയിൽ നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ ഷോൾഡർ ജോയിൻ ചെയ്യണം. ഇപ്പം ഞാനിതാ സൈഡിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ആടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല, ലൈനിങ്ങുമായിട്ട് ഉറപ്പിച്ച് കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. ആം ഹോളിൻ്റെ ആടെ ഞാൻ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നില്ല, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനില്ലതുകൊണ്ട്. മനസ്സിലായല്ലോ. എന്നിട്ട് ഇപ്പോൾ താഴെ ഭാഗത്തും അധികം വരുന്നതിനില്ല ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു കാര്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളിതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് തന്നെ വെക്കുക. നമുക്ക് യോക്ക് ടൈപ്പ് ഡ്രസ്സൊക്കെ വരുമ്പം സൈഡിലൊന്ന് തൂങ്ങി നിൽക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് എടുത്ത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമുക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടാവും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ. അതാ മനസ്സിലായല്ലോ. ഇതിങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയാനാണ് പോകുന്നത്. ഇനി നല്ല ഭാഗവും മുട്ടിച്ച് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക. ഇതുപോലെ വെക്കുക. ബാക്കിൽ നിന്ന് ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുത്ത് മുമ്പിലേക്ക് വെച്ചിട്ട് ഇതാ നേരെ വെക്കണം. എന്നിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മൾ ഷോൾഡറും ചെയ്തെടുത്തു കണ്ടോ. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്ലീവ് ജോയിൻ ചെയ്യാം. ആം ഹോളിൻ്റെ ആ ഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ലൈനിങ്ങുമായിട്ട് നല്ല തുണി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുത്തേക്ക്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യുമ്പം ഇതാ ഇതുപോലെ വെച്ച് നോക്കുക. നമ്മളെ ഈ ഒരു പോർഷനാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കുഴിച്ച് കട്ട് ചെയ്യണം. നേരെ അപ്പുറത്തെ സ്ലീവിനും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ. ഇതുപോലെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മൾ എത്രയാണോ ബോഡി കട്ട് ചെയ്യുമ്പം കുഴിച്ച് മാർക്ക് ചെയ്തത് അത്ര തന്നെ മതി. ഒരു 4 ഇഞ്ച് മാത്രം മതി. നമ്മൾ അത്രയാണ് എടുത്തത്. അതിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് മുന്നേ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ക്ലാസ് 1 മുതൽ കണ്ടാൽ മതിയേ. അപ്പോൾ ഇതങ്ങനെ ചെയ്തു. ഇനി മറ്റേ സ്ലീവും ചെയ്ത് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഞാൻ. ഇനി ഇതുപോലെ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ 2 പാനൽസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, 2 അല്ല 6 വരുന്ന 2 എണ്ണം ചെയ്തിട്ടുണ്ട്, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും. അപ്പോൾ നമുക്ക് അത് രണ്ടും ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. ഇതേ രീതിയിൽ തന്നെ നിവർത്തി വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സൈഡിൽ സ്റ്റിച്ചിട്ട് ആക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. താഴെ ഭാഗത്ത് വേസ്റ്റുമായിട്ട് ജോയിൻ ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മളെ പാനലിൻ്റെ ഒരു 6 എണ്ണം ചെയ്ത് വെച്ചതെടുത്തിട്ട് നല്ല ഭാഗവും മുട്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുക. ഇതുപോലെ കറക്റ്റ് വെക്കുന്നുണ്ടേ. അപ്പോൾ എനിക്കത് കറക്റ്റ് അളവിൽ വരുന്നത് കണ്ടില്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്കിത് എത്തൂലേ, തയ്യൽ തുമ്പിന് എത്തൂലേ, കുറഞ്ഞു പോകുമെന്ന്. ഇപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞെന്ന കണക്ക് പ്രകാരം എനിക്ക് കറക്റ്റാണ് കിട്ടിയത്. ഒന്നും വ്യത്യാസമില്ല. സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ ബാക്ക് പാർട്ടും ചെയ്തെടുത്തിട്ട് സൈഡ് ജോയിൻ ചെയ്യും, താഴെ മടക്കി അടിക്കും. അത്രയേ ഉള്ളൂ. സൈഡിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്യും, താഴെ മടക്കി അടിക്കും. കഴിഞ്ഞു. ഇത്രയേ പരിപാടിയില്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഇനി ബാക്ക് പാർട്ടിലേതും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതും ജോയിൻ ചെയ്ത് ഞാനിതാ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് താഴെ മടക്കി അടിച്ചിട്ടും കൂടിയായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത്. ഈസി പണിയല്ലേ ഇത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. എനിക്ക് നല്ലോണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. കണ്ടോ, ഒരു സിമ്പിൾ മോഡൽ തന്നെ. ആ ഒരു സിമ്പിൾ ലേസും കൊടുത്തപ്പോൾ കണ്ടോ, ഒരു ബട്ടൺ കൂടെ വെച്ച് കൊടുത്താൽ എന്തായിരിക്കും ഫ്രണ്ടിൽ അല്ലേ. അങ്ങനെ ചെയ്തു നോക്കാം അല്ലേ. അപ്പോൾ നോക്ക്, എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇട്ട് കാണിക്കുന്നില്ലേ, ഇന്നും ഇട്ട് കാണിക്കണ്ടേ. പിന്നെ കണ്ടോ, നമ്മളെ പാനൽ കട്ട് കുർത്തി ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. മെറ്റീരിയൽ പിന്നെ എനിക്ക് ആദ്യമേ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്. പിന്നെ ഇത് അല്പം ലൂസാണേ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അറ്റത്തേ കൂടിയാണ് സ്റ്റിച്ച് ഇട്ടത്. കാരണം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ലേശം ലൂസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ,
സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.